ഹായ് ഫ്രണ്ട്സ്, റേഷ്യാഡേസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ചട്നിയാണ്. കപ്പലണ്ടിയും പൊട്ടുകടലേക്ക് യൂസ് ചെയ്തിട്ടൊരു സ്പെഷ്യൽ ചട്നി. എനിക്ക് എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഞാൻ കരുതി നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തേങ്ങാ ചമ്മന്തിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചട്നി നമുക്കിന്ന് ഉണ്ടാക്കാം. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവോള ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി പൊട്ടുകടല ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ചനാ ദാൽ. ഞാനിപ്പോൾ ഒരു 1/3 കപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ക്വാണ്ടിറ്റി കുറച്ച് വ്യത്യാസം വന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നമ്മുടെ ഇഷ്ടാനുസരിച്ച് ആഡ് ചെയ്യാം. വലിയ ടേസ്റ്റൊന്നും വ്യത്യാസം വരത്തില്ല. അപ്പോൾ ഞാനൊരു 1/3 കപ്പ് ചനാ ദാൽ പൊട്ടുകടല ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതോടൊപ്പം തന്നെ കപ്പലണ്ടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. തൊലി കളഞ്ഞ കപ്പലണ്ടിയാണ്. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലണ്ടിയാണ്. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ റോസ്റ്റ് ചെയ്യാം. കപ്പലണ്ടിയും ചനാദാലിൻ്റെ നമ്മുടെ പൊട്ടുകടലയുടെ അതേ ക്വാണ്ടിറ്റിയിൽ കപ്പലണ്ടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ട് നമ്മളൊന്ന് വഴറ്റി കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോയാണ്. ടൊമാറ്റോ ഇപ്പോൾ ഇതൊരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ടൊമാറ്റോയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ടൊമാറ്റോ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. പക്ഷേ ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്താൽ മതി. ഒരു ചെറിയൊരു പിടി മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചട്നിക്ക് കുറച്ച് ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ചട്നിക്ക് ഉപ്പ് ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. പൊടിച്ചതല്ല, മുഴുവൻ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ഒരു മീഡിയം എരിവേ തരത്തുള്ളൂ. ഒരുപാട് എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. കുറച്ച് അരയാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചട്നി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാധാ തേങ്ങാ ചമ്മന്തിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കടലയും കപ്പലണ്ടിയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ ഹെൽത്തിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ ആദ്യം വഴറ്റിയെടുത്തതാണ്. പിന്നെ ഇതിൽ നമ്മൾ കടുവറക്ക് എന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത്. ടേക്ക് കെയർ. ബൈ.